ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൻസ് ആണ് കേട്ടോ. വൈൻസ് ചെയ്യുമ്പം നമ്മൾ ഏത് ഷേപ്പിലാണ് ചെയ്യാന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്യാം. ആൻഡ് സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല, സിഗ്മോയിഡ് ലൈനിലും ചെയ്യാം. ഈ ഒരു ഷേപ്പിന് പറയുന്ന പേരാണ് സിഗ്മോയിഡ് ലൈൻ, അല്ലെങ്കിൽ ഒരു കേർവി ആയിട്ടുള്ള ഒരു ഷേപ്പ്. സോ ഇനി സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഡബിൾ ലൈൻസിൽ ചെയ്യാം. ആൻഡ് അങ്ങനെ പിന്നെ സിഗ്മോയിഡ് ലൈൻ ആണെങ്കിലും ഡബിൾ സിഗ്മോയിഡ് ലൈനിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പം ഏത് ലൈൻസിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ സിഗ്മോയിഡ് ലൈനാണെങ്കിൽ സിഗ്മോയിഡ് ലൈൻ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈന്. ഇങ്ങനെ ഒരു ലൈന് കൊടുത്തതിന് ശേഷം ഡോട്ട്സ് കൊടുക്കുക. ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് ഡോട്ട് കൊടുക്കുക. ആൻഡ് ഒരുപാട് അടുത്തിട്ടോ ഒരുപാട് അകലത്തിലോ അല്ല, ഒരു മീഡിയം അകലത്തിൽ കൊടുക്കുക. ഒരു സൈഡിൽ കൊടുത്തതിന് ശേഷം അടുത്ത സൈഡിലും ചെയ്യാം. അങ്ങനെ തന്നെ അധിക വൈൻസിനും ഒരു സൈഡിൽ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സൈഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ ചെയ്ത് ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ എന്തായി? ടിയർ ഡ്രോപ്പായി. ഡ്രാഗ് ചെയ്യുമ്പം ഇതുപോലെ ചെരിച്ചിട്ട് തന്നെ ഡ്രാഗ് ചെയ്യുക. ഒരിക്കലും ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ടിയർ ഡ്രോപ്പ് ചെയ്യരുത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടിയർ ഡ്രോപ്പ്. സോ ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ആൻഡ് അതും ഒരു സൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത സൈഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ടിയർ ഡ്രോപ്പ് എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ? ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു ക്യൂ ആയിട്ട് നിന്നിട്ടുള്ളത് പോലെ. അതൊരിക്കലും അത്ര ഭംഗി ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് സൈഡും കൂടി ഡ്രാഗ് ചെയ്താൽ എന്തായി? ലീഫായി. സോ ഈ ലീഫ് ഈ ഒരു ഡ്രാഗിങ്ങിൽ തന്നെ പോവുക. അതായത് അങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഡ്രാഗിങ് തന്നെ ചെയ്യുക. അതല്ലാതെ സ്ട്രെയിറ്റ് ഡ്രാഗിങ് ചെയ്യരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ലീഫിൽ ഇങ്ങനെ ഓപ്പൺ ആയ പോലെ ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ. ആ ഒരു സൈഡിലേക്ക് തന്നെ ചെയ്യാം. കണ്ടോ? ഇത് മിസ്റ്റേക്കാണ്, ഇങ്ങനെ ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് വേണം, അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മാക്സിമം കമൻറ്റ്സ് നമ്മൾ വായിക്കുന്നതായിരിക്കും. സോ മറക്കല്ലേ. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഫ് ഇതുപോലെ മാത്രമല്ല, ഡോട്ട് ഇട്ടിട്ട് മാത്രമല്ല, പ്രഷർ കൺട്രോൾ യൂസ് ചെയ്തിട്ടും നമുക്ക് ലീഫ് ചെയ്യാവുന്നതാണ്. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ലീഫ് ചെയ്യാം. സോ നേരെ ഒരു ലൈൻ കൊടുക്കുക. ആൻഡ് ദെൻ പ്രഷർ കൂട്ടി വരിക. ദെൻ ലാസ്റ്റിൽ പ്രഷർ കുറച്ച് വരെ ഡ്രാഗ് ചെയ്യുക. ദാറ്റ്സ് ദ പോയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ തിയററ്റിക്കലി നമുക്ക് ഈസി ആയിരിക്കും, പക്ഷെ ഒരുപാട് പ്രാക്ടീസ് വേണ്ടി വരും. വളരെ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രാക്ടീസ് വേണ്ടി വരും. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ പ്രഷർ കൺട്രോൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഏത് സൈസിലുള്ള ലീഫും ചെയ്യാൻ പറ്റും. അതായത് നീളത്തിലുള്ള ലീഫ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്ത് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ ചെറിയ രീതിയിലും. സോ ഇത് പ്രഷർ കൺട്രോൾ യൂസ് ചെയ്തിട്ടുള്ള ലീഫാണ്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് വൈൻ ഇസ് ദിസ്. ഓക്കെ. ലൈൻസിൻ്റെയും ഡോട്ട്സിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടില്ല എങ്കിൽ അതുകൂടി കാണുക. ആൻഡ് അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രഷർ കൺട്രോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലീഫ് ഞാനിവിടെ കൊടുക്കുകയാണ്. നമ്മളൊരു ചെറിയ ലൈന് കൊടുക്കുക. ആൻഡ് ദെൻ അതിൻ്റെ കാൽ ഭാഗം മുതൽ ഇങ്ങനെ പ്രഷർ കൂട്ടി വരിക. ആൻഡ് ദെൻ ലാസ്റ്റിൽ പ്രഷർ വിടുക, ഡ്രാഗ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യാം. ഇത് ചെയ്യുമ്പം നമുക്ക് ചെറിയ സൈസിലുള്ള ലീഫ് വേണമെങ്കിൽ അതും ചെയ്യാം. ഇനി ഒരുപാട് വലിയ സൈസിലുള്ള ലീഫ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഫോട്ടോയോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. ഇതുപോലെ ചെറിയ സൈസിലുള്ളതും നമുക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.